നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നടി നവ്യ നായർ പങ്കുവച്ച ഒരു ചിത്രം. ഒരു പോലീസ് വാഹനത്തിന് മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ചിത്രം പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ അത് അതിവേഗം വൈറലാവുകയും അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഉയരുകയും ചെയ്തു. പിന്നീട് ആ പോസ്റ്റ് നീക്കം ചെയ്തതോടെ വിവാദം കൂടുതൽ കത്തിക്കയറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി തുടരുകയാണ്. പരീക്ഷാ സംവിധാനത്തെയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങളെയും ചുറ്റിപ്പറ്റി നടന്ന പ്രതിഷേധങ്ങളിൽ പല സ്ഥലങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും നേർക്കുനേർ വന്നിരിക്കുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ബലം പ്രയോഗിച്ചൊക്കെ മാറ്റുകയും ചെയ്ത വാർത്തകളും നമ്മൾ കണ്ടു. ഇത്തരം ഒരു പ്രതിഷേധത്തിനിടെയാണ് മുംബൈയിൽ നിന്നുള്ള ഒരു വീഡിയോ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്നതിനായി വന്ന പോലീസ് വാഹനത്തിന് മുൻപിൽ ഒരു യുവതി കയറി നിന്ന് വാഹനം തടയാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. കനത്ത മഴയിലും പിന്നോട്ടില്ലാതെ വാഹനം തടഞ്ഞു നിന്ന യുവതിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. പിന്നീടാണ് ആ യുവതി റിയ അഹിർ എന്ന സംരംഭകയും മോഡലുമാണെന്ന് പല മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞത്. പ്രതിഷേധക്കാരെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ വാഹനം തടഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി. ചിലർ അവരുടെ ധൈര്യത്തെ അഭിനന്ദിച്ചപ്പോൾ മറ്റു ചിലർ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ച് ആശങ്കയും പ്രകടിപ്പിച്ചു. ഇതിനിടെയാണ് മലയാള സിനിമയിലെ പ്രമുഖ നടിയായ നവ്യ നായർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചത്. കൊൽക്കത്തയിലെ ഒരു പോലീസ് വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള ചിത്രമായിരുന്നു അത്. ചിത്രത്തോടൊപ്പം പശ്ചാത്തല സംഗീതമായി വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ചിത്രത്തിന് വിശദീകരണമോ അടിക്കുറിപ്പോ നൽകിയിരുന്നതുമില്ല. ഈ ഒരു പോസ്റ്റ് പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ രീതിയിൽ ചർച്ചയായി. എന്തിനാണ് ഈ ചിത്രം പങ്കുവച്ചത്? ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്? നിലവിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഒരു കലാപരമായ ചിത്രമാണോ ഇത്? എന്നിങ്ങനെ നിരവധി ചർച്ചകൾ ആരംഭിച്ചു. ചില സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഇതൊരു സാമൂഹ്യ സന്ദേശമായിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പോസ്റ്റ് രാഷ്ട്രീയ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നവ്യ നായർ വ്യക്തമായ വിശദീകരണമൊന്നും അപ്പോഴും നൽകിയിരുന്നില്ല. എന്നാൽ നിരവധി ആരാധകർ നവ്യ നായരെ പിന്തുണച്ചും രംഗത്തെത്തി. ഒരു ചിത്രം മാത്രം കണ്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ അർത്ഥങ്ങൾ കൽപ്പിക്കരുത് ശരിയല്ലെന്നും കലാകാരന്മാർ പങ്കുവയ്ക്കുന്ന എല്ലാ ചിത്രങ്ങൾക്കും രാഷ്ട്രീയ വ്യാഖ്യാനം നൽകേണ്ടതില്ലെന്നും അവർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിമർശകർ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്. പൊതുസ്വാധീനമുള്ള വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റിനും വലിയ സ്വാധീനമുണ്ടെന്നും അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്ത സംഭവമായിരുന്നു. ചിത്രം എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിരുന്നില്ല. ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും നിരവധി അനുമാനങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ചിലർ വിമർശനങ്ങളെ തുടർന്നാണ് പോസ്റ്റ് നീക്കിയതെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ അത് വ്യക്തിപരമായ തീരുമാനമായിരിക്കാമെന്നും പറഞ്ഞു. ഈ സംഭവത്തോടൊപ്പം വീണ്ടും ചർച്ചയായ മറ്റൊരു കാര്യമാണ് റിയ അഹീറിന്റെ പ്രതിഷേധം. പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്ന ദൃശ്യങ്ങൾ നിരവധി ദേശീയ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി പ്രചരിച്ചു. ചിലർ അതിനെ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ പ്രതീകമായി വിശേഷിപ്പിച്ചു. മറ്റു ചിലർ നിയമപരമായ പരിധികൾ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അഭിപ്രായപ്പെട്ടു. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് ചർച്ചയായതോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ശക്തമായത്. ഒരു വിഭാഗം പ്രതിഷേധങ്ങളെ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം പ്രതിഷേധങ്ങൾ നിയമപരമായ പരിധിക്കുള്ളിൽ തന്നെ നടക്കണമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രത്തിനും ഓരോ വാചകത്തിനും വലിയ സ്വാധീനമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുമുണ്ട്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തതയോടെയും ഉത്തരവാദിത്തത്തോടെയും ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ സംഭവം വീണ്ടും ചർച്ചയാക്കി. അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യമാണ്. കലാകാരന്മാർക്കും പൊതുപ്രവർത്തകർക്കും സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശവുമുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാനുള്ള വ്യക്തതയും അത്ര തന്നെ പ്രാധാന്യത്തോടെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.